ഒരു മലയാളി ഇന്ത്യയുടെ അര ഡസനോളം ക്രിക്കറ്റ് താരങ്ങളെ വെള്ളം കുടിപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിൽ കണ്ടത്. IPL താരലേലത്തിൽ തഴയപ്പെട്ട ഈ മലയാളിയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. വളരെ മുന്നൊരുക്കങ്ങളോടെയാണ് കേരള ടീം മുംബൈയെ നേരിടാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കാരണം ടൂർണമെന്റിലെ ശക്തരായ ടീമാണ് മുംബൈ. ശ്രേയസ് അയ്യർ, ഷർദുൽ താക്കൂർ, പൃഥ്വി ഷാ, അജിങ്ക്യ രഹാനെ തുടങ്ങി അര ഡസനോളം ഇന്ത്യൻ താരങ്ങൾ നിറഞ്ഞ ടീമാണ് മുംബൈ. ഈ മുംബൈയെ അട്ടിമറിച്ച് ഗ്രൂപ്പ് ഇയിൽ കേരളം 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ മുംബൈയുടെ കൊമ്പന്മാരെ വെള്ളം കുളിപ്പിച്ചതാകട്ടെ ഒരു മലയാളി, കേരളത്തിന്റെ മധ്യനിര താരമായ സൽമാൻ നിസാർ. പന്തിൽ 5 ഫോറുകളും 8 സിക്സറുകളും ഉൾപ്പെടെ 99 റൺസ് നേടിയ സൽമാൻ തന്നെയായിരുന്നു കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. 202.04 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു താരം ബാറ്റ് വീശിയത്. 20-ാം ഓവറിൽ പരിചയസമ്പന്നനായ മുംബൈ പേസർ ഷർദുൽ താക്കൂറിനെ 3 സിക്സറിനും 1 ഫോറിനും സൽമാൻ ശിക്ഷിച്ചു. ഷർദുലിന്റെ അവസാന പന്ത് സിക്സറിന് പറത്തിയാണ് സൽമാൻ കേരളത്തിന്റെ സ്കോർ 234 എത്തിച്ചത്. നേരത്തെ ജിദ്ദയിൽ നടന്ന മെഗാ താരലേലത്തിൽ സൽമാൻ നിസാർ ഉൾപ്പെട്ടിരുന്നെങ്കിലും ഒരു ടീമും വിളിച്ചെടുത്തിരുന്നില്ല. സൽമാന് പുറമെ കേരളത്തിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ രോഹൻ കുന്നുമലും ഇന്നലെ തിളങ്ങി. 48 പന്തിൽ 7 സിക്സറുകളും 5 ഫോറുകളും അടക്കം 87 റൺസാണ് രോഹൻ നേടിയത്. അതേസമയം തുടർച്ചയായ 2-ാം മത്സരത്തിലും സഞ്ജുവിന് നിരാശപ്പെടേണ്ടി വന്നു. 4 പന്തുകൾ നേരിട്ട സഞ്ജു 4 റൺസാണ് നേടിയത്. ഷർദുൽ താക്കൂറിന്റെ പന്തിലാണ് താരത്തിന്റെ വിക്കറ്റ് വീണത്. എന്നാൽ കേരളത്തിന്റെ പിള്ളേർ മുന്നോട്ട് വെച്ച കൂറ്റൻ സ്കോർ മറികടക്കാൻ മുംബൈക്ക് സാധിച്ചില്ല. കേരളത്തിന്റെ 234 എന്ന കൂറ്റൻ സ്കോർ പിന്തുടർന്ന മുംബൈയുടെ പോരാട്ടം 191 റൺസിൽ അവസാനിച്ചു. IPL-ൽ ഏറ്റവും കൂടുതൽ 2-ാമത്തെ തുക സ്വന്തമാക്കിയ ശ്രേയസ് അയ്യർ 32 റൺസ് നേടി പുറത്താവുകയായിരുന്നു. കേരളത്തിന് വേണ്ടി MD നിതീഷ് 4-ഉം വിനോദ് കുമാറും ബാസിത്തും 2 വീതവും NK ബാസിൽ 1 വിക്കറ്റുമാണ് നേടിയത്. അങ്ങനെ ആകെ മൊത്തം കേരളത്തിന്റെ പിള്ളേർ ആറാടിയ ഒരു ദിവസം തന്നെയാണ് കഴിഞ്ഞുപോയത്. ഇനി നാളെ വൈകുന്നേരം 4 മണിക്കാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഗോവയെ നേരിടാനിറങ്ങുന്ന ടീം വിജയമല്ലാതെ മറ്റൊന്നും തന്നെ മുന്നിൽ കാണുന്നില്ല.